മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം തന്നെ നൽകാൻ തീരുമാനം. ലീഗ് നേതാക്കളുമായുള്ള ചർച്ചയിലാണ് തീരുമാനമായത്. നാളെ മന്ത്രിമാരെയും വകുപ്പുകളും പ്രഖ്യാപിക്കും. ആഷിഖ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നു. 5 മന്ത്രിമാർ തന്നെ മുസ്ലിം ലീഗിന് ലഭിക്കും. UDF നേതൃയോഗത്തിൽ തീരുമാനമായി എന്ന് മനസ്സിലാക്കുന്നു. ആർക്കൊക്കെയാണ് മന്ത്രിസ്ഥാനം എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടോ? നാളെ എപ്പോഴാണ് പ്രഖ്യാപനം ഉണ്ടാവുക? സ്വാതി, KPCC ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് 5 മന്ത്രിമാരെന്നുള്ള കാര്യം തീരുമാനമായിട്ടുള്ളത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, അതുപോലെ കേരളത്തിന് ചുമതലയുള്ള ദീപ്ദാസ് മുൻഷി എന്നിവരാണ് ഇവിടെയുള്ളത്. ഇവിടേക്കുള്ള ഘടകകക്ഷികൾ ഓരോ ഘടകകക്ഷികളെ വിളിച്ച് ചർച്ച നടക്കുകയാണ്. അങ്ങനെയാണ് ലീഗ് നേതാക്കൾ ഇവിടേക്ക് എത്തിയത്. ലീഗ് മുതിർന്ന നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും അടക്കമുള്ള നേതാക്കൾ, PM സലാം അടക്കമുള്ള നേതാക്കൾ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തി ചർച്ച പൂർത്തിയാക്കി. ആ ചർച്ചയിൽ 5 മന്ത്രിമാരെ ലീഗിന് നൽകും. അതായത് 2011 UDF സർക്കാരിൽ 5 മന്ത്രിമാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ 5 മന്ത്രിമാർ തന്നെ ലീഗിന് നൽകും. പക്ഷേ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഏതെല്ലാം വകുപ്പുകൾ നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നേരത്തെ 2011 PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, അതുപോലെ പൊതുമരാമത്ത് വകുപ്പ്, അതുപോലെ വിദ്യാഭ്യാസം, തദ്ദേശ കാര്യമടക്കമുള്ള 5 വകുപ്പുകളായിരുന്നു ലീഗ് നോക്കിയിരുന്നത്. ഇത് 2026 വരുമ്പോൾ ഈ 5 വകുപ്പുകൾ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പൊതുമരാമത്തിൽ PJ ജോസഫ് വിഭാഗം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസുമായി വെച്ച് മാറണമെന്നുള്ള അഭിപ്രായം വരുന്നുണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ലീഗ് ആ കാര്യത്തിൽ ഒരു തീരുമാനമാകാത്തത്. അത് നാളത്തെ UDF യോഗത്തിലായിരിക്കും തീരുമാനമാവുക. അല്പസമയം PK കുഞ്ഞാലിക്കുട്ടിയും സമാനമായ കാര്യം തന്നെ വിശദീകരിച്ചു. കാരണം മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടെങ്കിൽ പോലും ഈ വകുപ്പുകൾ ഏതെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇങ്ങോട്ട് KPCC നിരവധി ഘടകകക്ഷികളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CP ജോൺ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഘടകകക്ഷികളുമായി KPCC എത്തി മുതിർന്ന നേതാക്കൾ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ VD സതീശൻ, അതുപോലെ ദീപ്ദാസ് മുൻഷി ഇവരെല്ലാവരും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ലീഗ് നേതാക്കളും എത്തിയത്. ഈ ചർച്ചയിലാണ് 5 മന്ത്രിമാരെന്നുള്ള 2011 അതേ ഫോർമുല തന്നെ ലീഗിനെ തുടരുക എന്നുള്ളൊരു നിലപാടിലേക്ക് കോൺഗ്രസ് മാറിയത്. കാരണം ലീഗിന് 22 സീറ്റ് നിലവിലുണ്ട്. 5 MLA-മാർക്ക് 1 മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് നിലവിൽ UDF ധാരണയായത്. എങ്കിൽ 22 MLA-മാരുള്ള സ്ഥിതിക്ക് 5 മന്ത്രിമാർ തന്നെ വേണമെന്നുള്ള കാര്യം ലീഗ് ആവർത്തിച്ചു. കാരണം 2011 അവർക്ക് ഇതേ നിലപാട് തന്നെ, ഇതേ മന്ത്രിമാരെ തന്നെയായിരുന്നു ലഭിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ സർക്കാരിലും ഇതേ വകുപ്പുകൾ, ഇതേ മന്ത്രിമാരെ തന്നെ വേണമെന്നുള്ള കാര്യം അറിയിച്ചു. കോൺഗ്രസ് 4 മന്ത്രിമാരും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള മറ്റു ഉപാധികൾ വെച്ചെങ്കിൽ പോലും കോൺഗ്രസ് ലീഗ് അതിനോട് അനുകൂലിച്ചില്ല. 5 മന്ത്രിമാരെ വേണമെന്നുള്ള കാര്യം കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി വകുപ്പുകളിലാണ് തീരുമാനമാകാനുള്ളത്. പ്രധാനപ്പെട്ട വ്യവസായം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, തദ്ദേശം അടക്കമുള്ള വകുപ്പുകളാണ് ലീഗ് കൈകാര്യം ചെയ്യുന്നത്. ഈ വകുപ്പുകൾ തന്നെ ഈ ലീഗിന് ലഭിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അത് നാളത്തെ ചർച്ചയിലൂടെയും തീരുമാനമാവുക. ഇവിടെ വന്ന PJ ജോസഫും സമാന ആവശ്യം ഉന്നയിച്ച് 2 മന്ത്രിമാരെ വേണമെന്നുള്ള കാര്യം അറിയിച്ചു. അതിൽ പൊതുമരാമത്ത് അടക്കം വേണമെന്നുള്ള കാര്യം അറിയിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിലടക്കം ലീഗുമായടക്കം ചർച്ച നടത്തിയ ശേഷമേ അന്തിമ തീരുമാനമാകുകയുള്ളൂ. എന്തായാലും 5 മന്ത്രിമാരെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു. ഏതൊക്കെ വകുപ്പുകളാണെന്നുള്ള കാര്യം ഒരുപക്ഷെ നാളത്തെ ചർച്ചയിലേക്കും തീരുമാനമാവുക. സ്വാതി.